പ്രൈസ് ലോർഡ്. ദേവനാഥന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ബൈബിൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഹല്ലേലൂയ ബൈബിളിൽ പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ 10 ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ഹല്ലേലൂയ അനുഗ്രഹങ്ങളെ പറ്റി നമുക്ക് ഹല്ലേലൂയ ദൈവവചന പ്രകാരം നമുക്ക് ചിന്തിക്കാം. അതിനായിട്ട് എസെക്കിയേലിന്റെ പുസ്തകം 48-ാം അധ്യായം 35-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് വായിക്കുകയാണ്, അന്ന് മുതൽ നഗരത്തിന് ഹല്ലേലൂയ യഹോവ ശമ്മ, യഹോവ അവിടെ എന്ന് പേരാകും. ഹല്ലേലൂയ ദൈവമക്കളെ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ദേശത്തൊക്കെ എല്ലായിടത്തും യഹോവ ശമ്മ ഹല്ലേലൂയ ദൈവം അവിടെ ഉണ്ടെന്ന് പറയത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അറിയുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മോടുകൂടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്ര അനുഗ്രഹമാണ്. ഇസ്രായേലിലെ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്ര സ്തുതികളിൽ മേൽ അധിവസിക്കുന്നവൻ. ഹല്ലേലൂയ. നാം സ്തുതിക്കുമ്പോൾ നമ്മുടെ സ്തുതികളിൽ അധിവസിക്കുന്നവൻ കർത്താവ് കടന്നു ചെന്നിടത്ത് എല്ലാം വിടുതലുണ്ട്. ഹല്ലേലൂയ സ്തോത്ര ലാസന്റെ ഹല്ലേലൂയ കല്ലറയ്ക്കൽ എത്തിയപ്പോൾ അവിടെ മരണത്തിൽ നിന്ന് ലാസനെ പുറത്തു വരുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ദൈവം ഒരു വിധവയുടെ കണ്ണുനീര് ഹല്ലേലൂയ കരച്ചിൽ കണ്ടപ്പോൾ ഹല്ലേലൂയ അവിടെ മകനെ തിരിച്ചു കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. കാനാവിലെ കല്യാണത്തിന് ദൈവം ചെന്നപ്പോൾ ഹല്ലേലൂയ യേശു കടന്നു ചെന്നപ്പോൾ അവിടുത്തെ പച്ച വെള്ളത്തെ വീഞ്ഞാക്കും, അവിടുത്തെ കുറവ് തീർക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ഹല്ലേലൂയ യഹോവയുടെ സാന്നിധ്യം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മോടുകൂടെ. യഹോവ ശമ്മ. ഹല്ലേലൂയ ആ ദൈവമാണ് നമ്മുടെ ദൈവ സ്തോത്രം. ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിന് അവൻ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ സ്വസ്ഥത ലഭിക്കും. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാകും. ഹല്ലേലൂയ. എന്തെങ്കിലും കാര്യങ്ങൾ ഈശാന മൂലൻ പോലെയുള്ള പ്രതികൂലത്തിന്റെ അവസ്ഥകൾ കടന്നു വരുമ്പോൾ നാം പെട്ടെന്ന് പാനിക്കാകാതെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൽ ആശ്രയം വയ്ക്കും. നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകും. നമ്മുടെ ഭവനത്തിനകത്ത് സ്വസ്ഥത ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വൻ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്ര കതകുകളെ തുറന്ന് ഇരുമ്പാടാമ്പലകളെ ബന്ധിച്ചു കളയുകയും ചെയ്യും. ദണ്ഡിച്ചു കളയുകയും ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. അവിടെ പറയുകയാണ്, അവൻ വഴി ഒരുക്കുന്നു. നമ്മുടെ മുമ്പ് പലപ്പോഴും വാതിലുകൾ അടഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. നാം പലപ്പോഴും പല ഹല്ലേലൂയ ആത്മീയമായി മുന്നേറുവാൻ ഹല്ലേലൂയ ശാരീരികമായി വിടുതൽ പ്രാപിപ്പാൻ ഭൗതിക വിഷയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകും. പലപ്പോഴും വാതിലുകൾ അടഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവ സാന്നിധ്യം നമ്മോടുകൂടി ഉണ്ടെങ്കിൽ എന്തോ അവിടെ പറഞ്ഞിരിക്കേ, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും. നമുക്ക് ദുർഘടമായി തന്നെ ദൈവം ഹല്ലേലൂയ സ്തോത്രം നിരപ്പാക്കുകയും താമ്ര കതകുകൾ, നമുക്ക് തുറക്കാൻ പറ്റാത്ത ചില കതകുകൾ ഹല്ലേലൂയ ദൈവം തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യുന്ന ഇരുമ്പോടാമ്പലുകൾ, അതിൻ്റെ ലോക്കുകളെ ദൈവം നമുക്ക് തുറന്നു തരികയും ചെയ്യുന്നു. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളായി സ്തോത്രം പ്രാർത്ഥിച്ചിട്ടും ഹല്ലേലൂയ വിടുതലില്ലായിരിക്കുന്ന വിഷയങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയാൽ ഹല്ലേലൂയ അവിടെ ദൈവത്തിൻ്റെ വിടുതൽ വ്യാപരിപ്പാൻ ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ. സ്തോത്രം. നാലാമതായി സ്തോത്രം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സങ്കീർത്തനം 32-ന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പം നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം വഴി ഒരുക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം കർത്താവിൻ്റെ ഹല്ലേലൂയ സാന്നിധ്യം നമ്മളോട് ഉണ്ടാകുമ്പോൾ നമ്മളെ ഉപദേശിച്ച് ഹല്ലേലൂയ നടക്കേണ്ടെന്ന വഴി നമുക്ക് കാണിച്ചു തരും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, നമ്മുടെ കൂടെ ഹല്ലേലൂയ സ്തോത്രം ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവം, ഹല്ലേലൂയ നമ്മളോട് കൂട്ടായ്മ കാണിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നാം പോകുന്നിടത്ത് നമ്മളെ തനിയെ വിടത്തില്ല. ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കൂടെ വരും. ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ബുദ്ധി പറഞ്ഞു തരും. ഹല്ലേലൂയ നാം എന്ത് ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ നമ്മൾ കൂട്ടുകാരിപരമായി സ്തോത്രം. ഹല്ലേലൂയ നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് എല്ലാവരും നമ്മളോടുള്ളവരല്ലേ. ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ അവരുടെ മേലുണ്ടെങ്കിൽ അവരെല്ലാം വ്യത്യസ്തരാകുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവ സാന്നിധ്യം നമ്മോട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഉപദേശിച്ചു തരുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. നമുക്ക് വഴി നടക്കേണ്ടതെന്ന് കാണിച്ചു തരുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞ ദൈവ സാന്നിധ്യം. അപ്പോൾ നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കേണ്ട ഒരു കാര്യം, ദൈവമേ നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, നിന്റെ കൃപ എൻ്റെ മേൽ പകരണം. ഹല്ലേലൂയ. അത്യുന്നതമായ ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൂട്ടായ്മ. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഹല്ലേലൂയ നാം പോകുന്നിടത്ത് വരുന്നിടത്ത് എല്ലാം നമ്മുടെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവം നമ്മളെ അനുഗ്രഹിപ്പാനിടയാം. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കുന്ന വിശുദ്ധരായിരിക്കണം, ദൈവകൽപ്പന അനുസരിക്കുന്നവരായിരിക്കണം, പാപം ചെയ്യാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിപ്പാൻ നാം
ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹാലലിയ. സങ്കീർത്തനം 23:4 പറയുകയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടി ഇരിക്കുന്നല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നത്. മരണത്തിൽ നിന്നും വിടുതൽ തന്നും നമ്മളെ നടത്തുവാൻ ദൈവത്തിന്റെ കർത്താവിന് കരത്തിന് ശക്തിയുണ്ട്. ഹാലലിയ. നാം ഇവിടെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം വാർദ്ധക്യത്തിൽ ഹാലലിയ നമ്മളെ ദൈവം ഇവിടെ ആക്കിയതിൻ്റെ ഉദ്ദേശമൊക്കെ സാധിച്ച ശേഷം ദൈവത്തിന് കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് താമസിച്ചാൽ നാം മരിക്കുവാനിടയായിത്തീരുക. എന്നാൽ അത് ആ മരണം അവിടെ കൊണ്ട് തീരുന്നില്ല. പിന്നെയോ ഒരു നിത്യതയിലേക്ക് ഹാലലി നടത്തുവാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് കഴിയും. ഹാലലിയ. നിത്യമായി ദൈവത്തോടു കൂടെ വസിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി കാണത്തക്ക വിധത്തില് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ രൂപാന്തരപ്പെടുത്തി നടക്കേണ്ടത് വഴിയിലൂടെ ഹല്ലേലൂയ ദൈവ കൃപയുടെ വഴിയിലൂടെ നടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഹാലലിയ. ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 41-10 പറയുന്നു, ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. ഹാലലിയ. അവിടെ പറയുകയാണ്, യെശയ്യാവിന്റെ പുസ്തകം 41-10 പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹാലലിയ. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ നാം മനസ്സിലാക്കണം, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ഭ്രമിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കും, നമ്മളെ ശക്തീകരിക്കും. നമ്മൾ ക്ഷീണിച്ചു പോകുമ്പോൾ നമുക്ക് ബലം തരും. ഹാലലിയ സ്തോത്രം. അവന് നീതിയുള്ള വലം കൈ കൊണ്ട് ഹാലലിയ അവൻ നമ്മെ താങ്ങുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ദിവസങ്ങളിൽ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 33-23 പറയുന്നു, യഹോവ അവനോട് കൂടെ ഇരുന്നു, അവൻ ചെയ്യുന്നതൊക്കെ സഫലമാകൊണ്ട് അവന്റെ കൈക്കുള്ളിൽ യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. യോസഫിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. സ്തോത്രം. ദൈവം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നുവെന്ന് ആ കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സിലായി. ദൈവമക്കളെ, നാം നമ്മുടെ കൂടെ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നാം ചെയ്യുന്നതൊക്കെയും ദൈവം അത് സാധിപ്പിച്ചു തരും. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് മറ്റുള്ളവരും അറിയത്തക്ക വിധത്തില് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ നിറയുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുമാറാകട്ടെ. ഹാലലിയ. 7ാമത്തെ കാര്യത്തിൽ പറയുന്നു, ദർശനങ്ങളെ ഹാലലിയ സഫലമാക്കുന്ന ദൈവം. സ്തോത്രം. അതിനെ സാക്ഷീകരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 6-12 വായിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ എന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. പരാക്രമശാലിയ ഗിദെയോനോട് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അവന്റെ ദർശനങ്ങളെ അവൻ ഹല്ലേലൂയ സാക്ഷീകരിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഓരോ ദർശനങ്ങളും അല്ലെങ്കിൽ ഓരോ കാഴ്ചപ്പാടുകളുമുണ്ട്. അത് ദൈവികമാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമുക്കത് സാധിപ്പിച്ചു തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 28-20 പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം ഹല്ലേലൂയ എല്ലാ നാളും നിങ്ങളോട് കൂടെയാണ് അറിയിച്ചത്. കർത്താവ് പറയുകയാണ്. സ്തോത്രം. ലോക അവസാനത്തോളം ഹല്ലേലൂയ എല്ലാ നാളും ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെ വെറുതെ കർത്താവ് വിട്ടുകളയില്ല. ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സഹായിപ്പാൻ ഇടയായിത്തീരും. സ്തോത്രം. ലോകാവസാനത്തോളം എല്ലാ നാളും, ഒരു ദിവസം മാത്രമല്ല, എല്ലാ നാളും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും വിടിവിക്കുകയും നമ്മുടെ മുൻപിലുള്ള ദുർഘടങ്ങളെല്ലാം നിരപ്പാക്കി തരുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ഹല്ലേലൂയ എത്ര മനോഹരമാണ് ദൈവമക്കളെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കൂടെ കർത്താവ് ഉള്ളപ്പോൾ ഈ ജീവിതം വളരെ സൗഭാഗ്യകരമായ ജീവിതമാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ ഹല്ലേലൂയ കർത്താവ് തന്റെ ഉള്ളംകൈ വരച്ച് ഹല്ലേലൂയ അതിനെ വഹിച്ചിരിക്കുകയാണ്. സ്തോത്രം. അത് വളരെ മനോഹരമാണ്. അത് അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെ അനുഭവിക്കാത്തവർക്കും അതിലേക്ക് കടന്നു വരുവാൻ ദൈവ കൃപ തരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 1-23 പറയുന്നു, എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അള്ളിച്ചതൊക്കെയും ഹല്ലേലൂയ ഇവിടെ സംഭവിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 1-22 പറയാണ്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഹല്ലേലൂയ ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഹല്ലേലൂയ. ഇമ്മാനുവേലായവൻ ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യത്തിൽ മുന്നേറുവാൻ, ദൈവത്തിന്റെ കൃപയിൽ മുന്നേറുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.